കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ അല്ലേ പറഞ്ഞേ അല്ലേ? ടേംസ് റിലേറ്റഡ് ടു ഡിവിഷൻ. പിന്നെ അതിൽ 4 ടേംസ് പറഞ്ഞു: ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. പിന്നെ ലോങ് മെത്തേഡിൽ ഡിവൈഡ് ചെയ്യാനും, എഴുതി ഡിവൈഡ് ചെയ്യാനും. ഇനി ഡിവിഷൻ പറഞ്ഞു തരണോ ഒന്നുകൂടി? 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പറയണോ? 2-3 എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. എക്സൈസ് 2.3 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണേ. അതില് ഹോംവർക്ക് പറഞ്ഞൊക്കെ ചെയ്തല്ലേ? ഓക്കെ. അതിൽ 3-മത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 90 ഡിവൈഡഡ് ബൈ 3. 90 ഡിവൈഡഡ് ബൈ 3. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ 3നെ ഏത് കൊണ്ട് ഗുണിച്ചാലാ 9 കിട്ടുക? 3. അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 3 into 3 9. 0. 90യിൽ 9 കഴിഞ്ഞിട്ട് ഒരു 0 ബാക്കിയുണ്ട്. ആ 0 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഈ 0യാ. 0നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 0നെ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെയായിരിക്കും ആൻസർ. അപ്പൊ 0 into 3 0, റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓക്കെ. അതേപോലെ അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 50 ഡിവൈഡഡ് ബൈ 5. 50 ഡിവൈഡഡ് ബൈ 5. ആദ്യം നമ്മൾ 5നെ ടെൻസിന്റെ പ്ലേസിലുള്ള 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 എന്ന് കിട്ടി. 1 into 5 5. മൈനസ് ചെയ്യുമ്പോൾ 0. അഗൈൻ 0 താഴേക്ക് എടുത്ത് എഴുതി. 0നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. 0 into 5 0, റിമൈൻഡർ 0. ഓക്കെ. അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾസിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചല്ലോ. കുഴപ്പമില്ലല്ലോ 0 വരുമ്പോ. ഓക്കെ. എന്നാൽ നമുക്ക് ഡിവിഷൻ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡിവിഷൻ ഏകദേശം കുറെ ആയില്ല എടുക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്റർ എടുത്താലോ? പുതിയ ചാപ്റ്റർ, പേജ് നമ്പർ 82, ഫ്രാക്ഷൻ. പേജ് നമ്പർ 82. ഫ്രാക്ഷൻ എന്താണെന്നറിയോ? ഫ്രാക്ഷൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫ്രാക്ഷൻ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഫ്രാക്ഷൻ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആരുമില്ല? ഫ്രാക്ഷൻ അറിയുന്ന ആരുമില്ല? അമന്ന പറഞ്ഞോ, എന്താ ഫ്രാക്ഷൻ? പകുതിയാക്കുക. പകുതിയാക്കുക. ഓക്കെ, പകുതിയാക്കുക ശരി തന്നെ. വേറെ എന്തെങ്കിലും? ഭിന്നം. ഭിന്നം. വേറെ എന്തെങ്കിലും? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഫ്രാക്ഷന്? എന്താ നിഹ? ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് പകുതിയാക്കി കൊടുക്കാം. മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പേർക്ക് പകുതിയാക്കി കൊടുക്കാം. 10 പേർക്ക് പകുതിയാക്കി കൊടുക്കാം. 10 പേർക്ക് കഷ്ണാക്കി കൊടുക്കാം അല്ലെ? പീസാക്കി കൊടുക്കാം. 10 പീസാക്കിയിട്ട് അല്ലെ? ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഒരു കേക്ക് വാങ്ങി വീട്ടില്, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ. ഓക്കെ, ഒരു കേക്ക് വാങ്ങി. കേക്ക് എങ്ങനെയായിരിക്കും?
റൗണ്ടില് നല്ല കളറിലുള്ള ഒരു കേക്ക് വാങ്ങി. അപ്പൊ നിങ്ങൾ 2 കുട്ടികളായിരിക്കും വീട്ടിലുണ്ടാവുക അല്ലേ? അല്ലെ, ഒന്നിക്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടാവും. അപ്പൊ 2 കുട്ടികളാണെങ്കിൽ കേക്കിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും നമ്മള്? 2 പാർട്സ് ആക്കി. 2 പാർട്സ് ആക്കിയതിൽ ഒരേപോലത്തെ പാർട്സ് അല്ലെങ്കിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കില്ലേ? അയ്യോ അവന് വലുത് കൊടുത്തു എനിക്ക് ചെറുത് കിട്ടി, അല്ലെങ്കിൽ അവക്ക് വലുത് കൊടുത്തു എനിക്ക് ചെറുത് കിട്ടി, ബഹളം ഉണ്ടാക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഈക്വൽ പാർട്സ് ആക്കും. ഇനി അച്ഛനും അമ്മക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ 4 പാർട്സ് ആക്കും അല്ലേ? കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലത്തെ പീസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങള് 8 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ പാർട്സ് 8 എണ്ണം ആക്കാം. ഇതെല്ലാം ഇതിന്റെ എല്ലാം ഷേപ്പും അളവും എല്ലാം ഒരുപോലെ ആയിരിക്കും 8 പാർട്സ് ആക്കിയാല് അല്ലേ? ഇല്ലെങ്കിൽ വഴക്കാവില്ല, അവന് വലുത് കൊടുത്തു എനിക്ക് ചെറുത് കിട്ടി, അല്ലെങ്കിൽ അവന് ചെറുതാ കിട്ടി അയ്യോ കഷ്ടം എനിക്ക് വലുത് കിട്ടി, ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോ ഒരു മുഴുവനായിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മള് ഈക്വൽ പീസ് ആക്കിയിട്ട് മാറ്റിയാൽ, ഈക്വൽ പീസ് എന്ന് വെച്ചാല് ഒരേ അളവിലുള്ള പീസാക്കി മാറ്റിയാൽ ആ ഓരോ പീസിനെയും എന്ത് പറയും? ഫ്രാക്ഷൻ എന്ന് പറയും. എന്ത് പറയും? ഫ്രാക്ഷൻ. ചോക്ലേറ്റ് കൊണ്ടുവന്നു വീട്ടില്, വലിയ ഡയറി മിൽക്ക് സിൽക്ക് കൊണ്ടുവന്നു, വലിയ ചോക്ലേറ്റ്. അതിങ്ങനെ പീസ് 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 പീസിലാക്കിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? എണ്ണി നോക്കും എത്ര പീസ് ഉണ്ട്. എന്നിട്ട് 5 ഉം 5 ഉം 10 പീസ് ആണെങ്കിൽ നേരെ നടുക്ക് അങ്ങ് പൊട്ടിക്കും അല്ലേ? അങ്ങനല്ലേ ചോക്ലേറ്റ് കഴിക്ക? അല്ല ഒന്നും പറയണ്ട. ഇതുപോലത്തെ ചോക്ലേറ്റ് ആണെങ്കിൽ ഇതുപോലത്തെ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു ഡയറി മിൽക്ക് സിൽക്ക് ആന്ന് വിചാരിക്കാം. എന്നിട്ട് ഇതുപോലെ നടുവിൽ ഒരു വരയുണ്ടാവും. പിന്നെ ഇങ്ങനെ കുറേ പീസായിട്ടായിരിക്കും ഡയറി മിൽക്ക് ഉണ്ടാവുക. 1 2 3 4 5 ഇങ്ങനെ ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? കൊണ്ടുവന്ന വാട എണ്ണി നോക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 കഷ്ണമുണ്ട്. 14 കഷ്ണമാകുമ്പം ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ എനിക്ക് 7 എണ്ണം അനിയനെ 7 എണ്ണം അല്ലേ? എനിക്ക് 7 എണ്ണം അനിയനെ 7 എണ്ണം. അപ്പോ ഇങ്ങനെ 7 1 2 3 4 5 6 7 ഇങ്ങനെയാവുമ്പോ ഇങ്ങനെ പൊട്ടിക്കേണ്ടി വരും. അത് വേണ്ട, അത് രസമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1 2 3 4 5 6 7 നേരെ ഈ നടുവിലൂടെ അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ഒരു ഭാഗം അനിയനും അനിയത്തിക്കും കൊടുക്കും, ഒരു ഭാഗം നിങ്ങളും എടുക്കും. ഇങ്ങനെയാണ് ഈക്വൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ മുഴുവനായിട്ടുള്ള ഒരു വസ്തുവിനെ, ഒരു സാധനത്തിനെ ഈക്വൽ പാർട്സ് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈക്വൽ പാർട്സ് ആക്കിയാൽ ഓരോ പാർട്സിനെയും നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയും. ഫ്രാക്ഷൻസ് ഓഫ് ദി ഹോൾ. ഹോൾ എന്ന് വെച്ചാല് നമ്മളെ വീട്ടിലെ സെൻട്രൽ ഹാൾ ആണോ? ഹോൾ ആണോ? വീട്ടിലെ സെൻട്രൽ ഹാളിനെയാണോ ഇവിടെ ഹോൾ എന്ന് പറയുന്നത്? അത് HALL ഹോൾ, വലിയ ഹോൾ. ഇവിടെ ഹോൾ WHOLE ഹോൾ, മുഴുവനായിട്ടുള്ള ഒരു സാധനം.
അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ പീസസ് ആക്കി മാറ്റുന്നു, ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. അപ്പോ ആ ഓരോ പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻസ് ഓഫ് ദി ഹോൾ. അപ്പൊ നമ്മൾ പുതിയ 2 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ, ഹോൾ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വേർഡ്സ് കിട്ടിയാൽ സ്പെല്ലിംഗ് പഠിക്കണം, മീനിങ് പഠിക്കണം കേട്ടോ. ഫ്രാക്ഷൻസിന്റെ സ്പെല്ലിംഗും പഠിക്കാം, ഹോളിന്റെ സ്പെല്ലിംഗും പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് ഷേപ്സ് അറിയാം അല്ലെ? നമുക്ക് ഷേപ്സ് അറിയോ? പഠിച്ചല്ലേ കഴിഞ്ഞ വർഷം? ഇതെന്താ ഷേപ്പ്? എന്താ ഷേപ്പ്? എന്താ നീറ്റ? ഇതേതാ ഷേപ്പ്? ഏതാ പറഞ്ഞേ? സ്ക്വയർ. സ്ക്വയർ. വെരി ഗുഡ്. അടുത്ത ഷേപ്പ് പറയേണ്ടത് ആരാന്നറിയോ? ശ്രീഹരി. അടുത്ത മിസ് വരയ്ക്കുന്ന ഷേപ്പ് എന്താന്ന് പറയണേ. ഇതെന്താ? സർക്കിൾ. സർക്കിൾ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് എറിക്ക് പറയണേ. മിസ് വരയ്ക്കാൻ പോകുന്ന ഷേപ്പ് ഏതാന്ന്? ഇതേതാ എറിക്ക്? ട്രയാങ്കിൾ. ട്രയാങ്കിൾ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു ഷേപ്പും കൂടി ഉണ്ട്. അതിപ്പോ ആരാ പറയാ? ഹന്ന. ഇതെന്താ ഷേപ്പ് മോളെ? റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ. ഓക്കെ, വെരി ഗുഡ്. ഷേപ്സ് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഈ ഷേപ്സിനൊക്കെ നമ്മള് ഈക്വൽ പാർട്സ് ആക്കുന്നു. എത്ര ഈക്വൽ പാർട്സ് ആക്കുന്നു? 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. എങ്ങനെയാക്കുക? സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ 2 ഈക്വൽ പാർട്സ് ആക്കാം. മുഹമ്മദേ, അടുത്ത സർക്കിളിനെ നമുക്ക് ഇങ്ങനെ 2 ഈക്വൽ പാർട്സ് ആക്കാം. ട്രയാങ്കിളിനെ എങ്ങനെയാക്കാം? ഇങ്ങനെ 2 ഈക്വൽ പാർട്സ് ആക്കാം. ഇതിനെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നേ? ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. റെക്ടാങ്കിളിനെ നമ്മൾ ഇതുപോലെ 2 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 83 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 83. അതില് പാർട്സ് ഓഫ് എ കളക്ഷൻ എന്ന് കണ്ടോ? ആദ്യത്തെ പിക്ചറിൽ ഒരു 4 പൈനാപ്പിളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 4 പൈനാപ്പിളിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ ഒരു പാർട്ടിൽ എത്ര പൈനാപ്പിൾ ഉണ്ടാവും? ഇതാ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാ 4 പൈനാപ്പിള് 2 ഈക്വൽ പാർട്സ് ആക്കുന്ന സമയത്ത് ഒരു പാർട്ടില് 2 പൈനാപ്പിൾ വീതം വന്നു. അതുപോലെ 4 കേക്ക്, അതാണ് ഒരു കളക്ഷൻ. 4 കേക്കിന്റെ ഒരു കളക്ഷൻ 2 ഈക്വൽ പാർട്സ് ആക്കുന്ന സമയത്ത് ഇതാ ഒരു പാർട്ടിൽ 2 കേക്ക് വന്നു. ഓക്കെ, പിന്നെ വരുന്നത് എന്താ? ബോൾ. 6 ബോളിന്റെ കളക്ഷൻ. 6 ബോളിന്റെ കളക്ഷന് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കുന്നു. 3 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഓരോ പാർട്ടിലും എത്ര ബോൾ വീതം വന്നു? 2 ബോൾ വീതം വന്നു. ഇനി 4 ടോയ്.
4 ടോയ്സ് ഉണ്ട് അവിടെ. ആ 4 ടോയ്സിനെയും 4 ഈക്വൽ പാർട്സ് ആക്കുന്നു. 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോ ഒരു പാർട്ടിൽ എത്ര എണ്ണം വന്നു? 1. 4 എണ്ണത്തിനെ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോ ഒരു പാർട്ടില് 1 വന്നു. 2 ഈക്വൽ പാർട്സ് ആക്കുമ്പോ ഒരു പാർട്ടില് 2 എണ്ണം വന്നു. ഓക്കെ, അതേപോലെ എക്സൈസ് 3.1 കണ്ടോ? എക്സൈസ് 3.1 കണ്ടോ? അവിടെ കുറെ കളക്ഷനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഒന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 സ്ട്രോബെറിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് 6 ഫ്ലവർ. 6 ഫ്ലവറിനെ എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? ഒന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റുമോ? 3 പാർട്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഡയഗ്രാം എല്ലാം നോക്കിയിട്ട് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് എത്ര പാർട്സ് ആണെന്നൊന്ന് എണ്ണി നോക്കിയിട്ട് അതിനടിയിലുള്ള ബോക്സിലൊന്ന് എഴുതി വെച്ചേ. ഇതുപോലെ 4 സ്ട്രോബെറിനെ നമ്മള് 4 പാർട്സ് ആക്കുന്ന സമയത്ത് ഓരോ പാർട്സിലും ഓരോന്ന് വീതം വന്നു. അടുത്ത 6 ഫ്ലവറിനെ ഇവിടെ എത്ര പാർട്സ് ആക്കിയിട്ടുള്ളത്? 3 പാർട്സ്. അങ്ങനെ ഓരോന്നും നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് എഴുതി വെച്ചേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് 4 ഈക്വൽ പാർട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലവേഴ്സിന്റെ 3 ഈക്വൽ പാർട്സ്. മൂന്നാമത്തേത് അയ്യോ അതിനെന്താ പറയാ, ശംഖലേത്, അത് എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? 4 ഈക്വൽ പാർട്സ്. നാലാമത്തേത് ഐസ്ക്രീം, എത്ര ഈക്വൽ പാർട്സാ? 3 ഈക്വൽ പാർട്സ്. അഞ്ചാമത്തേത് അതെന്താ? അത് വിഷറി, വീശുന്നത്, അതിന് 2 ഈക്വൽ പാർട്സ്. ആറാമത്തേത് ടോഫി, 6 ടോഫീസ് ഉണ്ട് അവിടെ, അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. ഏഴാമത്തേത് ബെൽസ് ആണ്, 4 ബെൽസ് ഉണ്ട്, അതിനെ 2 ഈക്വൽ പാർട്സ്. ദെൻ എട്ടാമത്തേത് കളക്ഷൻ ഓഫ് 4 bees, 4 ഈക്വൽ പാർട്സ്. ഒമ്പതാമത്തേത് 4 ആപ്പിൾസിനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. അപ്പോ പാർട്സ് ഓഫ് എ ഹോളും, ഹോൾ എന്താന്ന് മനസ്സിലായല്ലോ? WHOLE, ഹോൾ. ഹോൾ എന്ന് വെച്ചാല് മുഴുവനായിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കളക്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്. നമ്മുടെ കയ്യിലുള്ള ഒരു 10 ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു 8 ആപ്പിൾസ്, അതിനെയാണ് ഒരു ഹോൾ. അല്ലെങ്കിൽ ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ്, അതിനെയാണ് ഒരു ഹോൾ എന്ന് പറയാം. അതിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് ഓഫ് എ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 84 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 84. കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. 1/2, 1/3, 1/4, 3/4 ഇതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? 1/2, 1/3, 1/4, 3/4 കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? ആദ്യമായിട്ട് കേൾക്കാം അല്ലെ? ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനത്തിന്, നമുക്കിപ്പോ കേക്ക് തന്നെ പറയാം. ഒരു കേക്കിനെ നമ്മൾ 2 പീസ് ആക്കി, ഈക്വൽ പീസ് 2 എണ്ണം ആക്കി, 2 ഈക്വൽ പാർട്സ് ആക്കി. അതിൽ ഒരു പാർട്സിനെ നമ്മൾ എന്ത് പറയും? ഒരു പാർട്ടിനെ 2 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയും? 1/2 of the whole, അല്ലെങ്കിൽ 1/2 of the cake
കേക്കിന്റെ ഒരു പകുതി. ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. HALF, ഹാഫ്. എല്ലാരും ഒന്ന് നോട്ട്ബുക്ക് എടുക്ക. എന്നിട്ട് മിസ് വരയ്ക്കുന്ന ചിത്രം ഒന്ന് വരയ്ക്ക. പെൻസിൽ കൊണ്ട് വരച്ചോ കേട്ടോ. വരച്ചോ? നമ്മളിവിടെ 1/2 അല്ലെങ്കിൽ 1/2 1/2 ഇതെന്തുകൊണ്ടാ 1/2 എന്ന് പറയുന്നത്? രണ്ട് പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം. രണ്ട് പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം. That is 1/2. അല്ലെങ്കിൽ ഇത് എഴുതണ്ട, ഈ ചിത്രവും ഈ 1/2 മാത്രം എഴുതി വെക്ക. എന്നിട്ട് എന്തെഴുതാ? 1/2 ഓഫ് ദി ഹോൾ അല്ലെങ്കിൽ 1/2 എന്ന് മാത്രം എഴുതിയാൽ മതി. ഏതാ 1/2? ഏതാ 1/2? ഇതാണ് 1/2. രണ്ട് പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ട് പകുതി ആക്കിയതിൽ ഒരു പകുതി. നിങ്ങളിപ്പം കേക്ക് കിട്ടിയാലും ചോക്ലേറ്റ് കിട്ടിയാലും എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന പാടെ പറയും പകുതി എനിക്ക് പകുതി അവന്, അല്ലെങ്കിൽ പകുതി എനിക്ക് പകുതി അവൾക്ക് എന്നല്ലേ പറയാ. ആ പകുതി ആക്കുന്നതിനെയാണ് നമ്മൾ രണ്ട് പാർട്സ് ആക്കുക എന്ന് പറയാം. ആ രണ്ട് പാർട്സ് ആക്കിയതിൽ അല്ലെങ്കിൽ രണ്ട് ഹാഫ്സ് ആക്കിയതിൽ ഒരു ഹാഫ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ രണ്ട് പാർട്സ് കൂടിയാൽ എത്രയായി? അല്ലെങ്കിൽ രണ്ട് 1/2 കൂടിയാൽ എത്രയായി? ഒരു കേക്കിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചാല് രണ്ട് കഷ്ണം കിട്ടും. ആ രണ്ട് കഷ്ണം കൂട്ടി വെച്ചാൽ ഒരു കേക്ക് ആവുമല്ലോ. രണ്ട് ഹാഫ്സ് കൂടിയാൽ ഒരു ഹോൾ കേക്ക് ആയി. ഓക്കെ, ഇതിൽ എക്സസൈസ് 3.2 ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 86. പേജ് നമ്പർ 86 എക്സസൈസ് 3.2. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷെയ്ഡ് 1/2 ഓഫ് ഈച്ച് ഫിഗർ. ഷെയ്ഡ് 1/2 ഓഫ് ഈച്ച് ഫിഗർ. കുറെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, പിന്നെ അങ്ങനെ കുറെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഈക്വൽ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പാർട്ടിന് കളർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിന് മാത്രം കളർ കൊടുക്കുക. അത് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. 1/2 എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം, ഒരു പാർട്ട്. ഓക്കെ, എക്സസൈസ് 3.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കളർ കൊടുക്കാനല്ലേ? കളർ പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ കളർ കൊടുത്തോ. ഇഷ്ടം പോലെ വെച്ചാൽ എല്ലാ ഫിഗറിനും കളർ കൊടുക്കണ്ട. 1/2 പകുതിക്ക് മാത്രം കളർ കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിന്റെ ചെയ്യാം. ബൈ.